ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചായിരുന്നു. അതായത് നിങ്ങളുടെ സൈക്കോളജി എത്രമാത്രം ഉണ്ടെന്ന് അളന്ന് നോക്കാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്നും അതുപോലത്തെ കിട്ടുന്ന ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കുറച്ചുകൂടി എലിവേറ്റ് ആകുന്നതായിരിക്കും. ഇത് പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്. അതായത് പ്രോബബിലിറ്റി എന്നൊരു സംഭവത്തിന് ട്രേഡിങ്ങിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഞാനിവിടെ ഒരു തെങ്ങിൻ തോട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, ഈ തെങ്ങിൻ തോട്ടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് തെങ്ങുണ്ട്, നിറച്ച് തേങ്ങയൊക്കെ ഉള്ള ഇഷ്ടംപോലെ തെങ്ങുകൾ അതിനകത്തുണ്ട്. അതായത് നിങ്ങൾ ഈ തെങ്ങിൻ തോട്ടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ തേങ്ങ വീഴാനുള്ള പ്രോബബിലിറ്റി എത്ര ശതമാനം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ എന്ത് പറയും? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് വെച്ച് കമ്പയർ ആയിരിക്കും നമ്മൾ ഉത്തരം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയും, തേങ്ങയൊന്നും അങ്ങനെ വീഴാൻ സാധ്യതയില്ലെന്നേ. നമ്മൾ എത്രയോ തവണ തെങ്ങുള്ള പറമ്പിൽ കൂടെ പോയിട്ടുണ്ട്, എന്നാലും നമ്മുടെ തല ഇതുവരെ തേങ്ങ വീണിട്ടില്ല. തേങ്ങ വീണിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയും ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണെന്ന് പറയും, തീരെ സാധ്യത ഇല്ലയെന്ന് തന്നെ പറയും. അപ്പം പ്രോബബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ സാധ്യത ഉണ്ട്, എന്നാലും വളരെ 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 കുറവാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ ഇതേ സംഭവം ഷെയർ മാർക്കറ്റിലോട്ട് നിങ്ങൾ വരുവാണ്. ഇപ്പം നിങ്ങൾ നിഫ്റ്റിയിൽ ഒരു പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു അർദ്ധ മണി സ്ട്രൈക്ക് 100 ക്വാണ്ടിറ്റി നിങ്ങൾ മേടിച്ചിരിക്കട്ടെ, ഒരു 100 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചു, ഒരു 100 പോയിന്റോളം നിങ്ങൾ ക്യാച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് 10,000 രൂപ പ്രോഫിറ്റ് അല്ലേ? അപ്പം നിങ്ങളോട് പറയുകയാണ് അടുത്തൊരു 3 മിനിറ്റിൽ ഈ ഒരു പ്രോഫിറ്റ് കംപ്ലീറ്റ് ലോസ് പോകാനുള്ള പ്രോബബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റാക്കി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അത്രയും വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയും അതിനൊക്കെയുള്ള സാധ്യത ഉണ്ട്, എന്നാലും ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം എന്ന് പറയാം. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സെനാരിയോ ചിലപ്പോൾ അവിടെ സംഭവിച്ചിരിക്കും. അതായത് 10,000 രൂപയ്ക്ക് പകരം ചിലപ്പോൾ 20,000 രൂപ ലോസ് പോയെന്നിരിക്കും ഒറ്റ സെക്കൻഡിൽ. അതായത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഞാൻ തേങ്ങയുടെ ഇൻസിഡൻറ്റ് പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല എന്ന് തന്നെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഷെയർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മളങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നടക്കത്തില്ല. അതായത് തേങ്ങയുടെ ഇൻസിഡൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോലും നമുക്ക് സാധ്യത തോന്നാത്തൊരു സംഭവമായിരിക്കും നമുക്ക് ഷെയർ മാർക്കറ്റ് ഈ ഒരു സിനാരിയോ. പക്ഷേ അതുപോലും നമുക്ക് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത്രയും ഞാൻ പറഞ്ഞു വന്നുള്ളൂ, നമ്മൾ എന്ത് കാര്യം നടക്കത്തില്ല നമ്മൾ 100% അല്ല 200% വിചാരിക്കുന്നു, ആ ഒരു സംഭവം ഷെയർ മാർക്കറ്റ് ഉറപ്പായിട്ടും നടക്കും. നിങ്ങളിത് ലൈഫിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നടത്തില്ല, ഒരു 2 വർഷമൊക്കെ ട്രേഡ് ചെയ്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റിയൽ ലൈഫിലെ പ്രോബബിലിറ്റിയും നമ്മുടെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ പ്രോബബിലിറ്റിയും തമ്മിൽ ആനയാണ് നമ്മൾ വ്യത്യാസമുണ്ട്. റിയൽ ലൈഫിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് നടക്കത്തില്ല, നമുക്കൊരു 50% താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നടക്കത്തില്ല, നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നെഗ്ലിജിബിൾ ആണെന്ന് പറയുന്ന സംഭവം പോലും നമുക്കത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇതിനകത്ത് 1,00,001 മാത്രമേ പ്രോബബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ 10,00,01 മാത്രം പ്രോബബിലിറ്റി ഉള്ള സംഭവം പോലും നമുക്ക് ചിലപ്പോൾ അത് വരും എന്നുള്ളത് 100% ഉറപ്പായിട്ട് വേണമെന്നേ പറയാൻ പറ്റും. പ്രോബബിലിറ്റി എത്ര കുറവാണെന്ന് പറയാലും പക്ഷേ അത് സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും. അതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഡെഡ്ലി ആയിട്ടുള്ള സംഭവം. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്രയോ ഇൻസിഡൻറ്റ് ഷെയർ മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതിപ്പോൾ ഒരു ലോസിൻ്റെ രൂപത്തിലായിരിക്കാം, വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. ഒരു സെക്കൻഡിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത് ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് തെങ്ങിൻ്റെ ചോട്ടിയിരിക്കുമ്പോൾ തേങ്ങ വീഴുന്നതാണ്. നമ്മളെല്ലാം തെങ്ങിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കാറുണ്ട്, പക്ഷേ തേങ്ങ വീണിട്ടില്ലല്ലോ. അത് പ്രോബബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷേ നമുക്ക് ഇതുവരെ തേങ്ങ വീണിട്ടില്ല, അല്ലെങ്കിൽ തേങ്ങ വീണ് നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഷെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും തേങ്ങ വീഴുമെന്ന് ചോദിച്ചാൽ തേങ്ങ വീഴും. അതായത് അതുപോലത്തെ ഇൻസിഡൻറ്റ് ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് താനും. അത് വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ പോലും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷെയർ മാർക്കറ്റ്. ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദേഹത്ത് തേങ്ങ വീണിട്ടുള്ള ആളാണെന്ന് ചോദിച്ചോട്ടെ, തലയിൽ വീണ സ്വാഭാവികമായിട്ടും തട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എവിടെയായാലും നിങ്ങളുടെ ദേഹത്ത് തേങ്ങ വീണ് മുട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഈ തെങ്ങിൻ തോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ തേങ്ങ വീഴാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും വീഴും. അതുകൊണ്ട് ഒരിക്കലും തെങ്ങിനെ പോട്ടിപ്പോൾ നിൽക്കല്, വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വീഴുമെന്ന് തന്നെ നിങ്ങൾ കൺഫേം ആയിട്ട് ചിലപ്പം പറയും. അവിടെ നിങ്ങളുടെ അലേർട്ട് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ തെങ്ങിൻ ചോട്ടിൽ പോയി നിൽക്കത്തില്ല. ഇൻ കേസ് നിങ്ങൾ പോയി നിന്നാൽ തന്നെ നിങ്ങൾ മേലോട്ട് നോക്കും, ഉണക്ക തേങ്ങ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലെങ്കിലും ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും എന്നേലും തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിൽക്കത്തേക്കും തെങ്ങിൻ്റെ മേലെ ഉണക്കത്തേങ്ങ ഉണ്ടോ വെള്ളക്ക ഉണ്ടോ നിങ്ങൾ നോക്കുമോ? നോക്കത്തില്ല. അത് തലയിൽ വീഴാനുള്ള സാധ്യത ഉണ്ട്, എന്നാൽ പോലും നിങ്ങളത് ചെക്ക് ചെയ്തില്ല. അതാണ് റിയൽ ലൈഫിലെ പ്രോബബിലിറ്റി. നമ്മളത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്ത് വിടും.
പക്ഷേ ഷെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ പോലും അത് അവോയ്ഡ് ചെയ്ത് വിടുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് വന്ന് പോയിക്കുകയും ചെയ്യും. അതായത് വളരെ കുറച്ച് പ്രോബബിലിറ്റി മാത്രമെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഷെയർ മാർക്കറ്റ് ആ ഇൻസിഡൻറ്റ് സംഭവിക്കും നമുക്ക്. ഇവിടെ കിട്ടിയോ? അതിപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം വെച്ച് നമ്മൾ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് വെച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിലെ പ്രോബബിലിറ്റിയും ഷെയർ മാർക്കറ്റിലെ പ്രോബബിലിറ്റിയും രണ്ടും രണ്ടാന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റ് വെച്ചായിരിക്കും നമ്മൾ പല കാര്യത്തിലും തീരുമാനം എടുക്കുന്നത്. അപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാകും, ഇവിടെ ആക്സിഡൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് ആക്സിഡൻറ്റ് വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ അവിടെ ആക്സിഡൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. ആക്സിഡൻറ്റ് ഉണ്ടായില്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മളെപ്പോഴും പാസ്റ്റ് ഇൻസിഡൻറ്റ് വെച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. പാസ്റ്റിൽ നമുക്ക് അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റ് ഉണ്ടാകത്തില്ലെന്ന് തന്നെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരാളാണെങ്കിൽ അത് വരാനുള്ള സാധ്യത അയാൾ മുൻകൂട്ടി കണ്ടിട്ട് അയാൾ സേഫായിട്ട് പോകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. നമുക്ക് ആ ഇൻസിഡൻറ്റ് വന്ന് ഭവിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് തന്നെ നടക്കും. അതാണ് അതിൻ്റെ സംഭവം. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കൽ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാത്തിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ആൾക്കാർ കള്ള് കുടിച്ചിട്ട് ഉറപ്പായിട്ടും വണ്ടി ഓടിക്കും. പക്ഷേ ഒരിക്കലെങ്കിലും കള്ള് കുടിച്ചിട്ട് സ്വന്തം അശ്രദ്ധ മൂലം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞുണ്ട് പിന്നീട് അയാൾ ശ്രദ്ധിക്കും. കള്ള് കുടിച്ചാൽ തന്നെ ഓവറാകാതെ ശ്രദ്ധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കള്ള് കുടിച്ചിട്ട് മാക്സിമം വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നുണ്ടെങ്കിലും കള്ള് കുടിച്ചിട്ട് ഓടിക്കുന്നതാണെങ്കിൽ എടാ പതുക്കെ പോകാൻ പറയും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല ഒരിക്കലും മനുഷ്യൻ അങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷേ ഷെയർ മാർക്കറ്റ് അങ്ങനെയല്ല. നമ്മൾ ഇൻസിഡൻറ്റ് നടന്നിട്ടേ നമ്മൾ പഠിക്കത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻസിഡൻസും നമുക്ക് നല്ല ഹ്യൂജ് ലോസ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ തന്നെ നല്ല എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് കുളവാകും. നമ്മുടെ ഇമോഷണൽ ബാലൻസ് അവിടെ ഉണ്ടാകും. നല്ല രീതിയിൽ നമുക്ക് ലോസ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹ്യൂജ് ഫാളൊക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റൊക്കെ ഇരുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്രയോ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ ഒക്കെ സമയത്ത് ഹ്യൂജ് ഫാള്, അതായത് ഹ്യൂജ് വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഷെയർ മാർക്കറ്റിനെ വളരെ ഭീകരമായിട്ട് അഫക്റ്റ് ചെയ്തു. ആ സമയത്ത് എല്ലാ സ്റ്റോക്സും ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് താഴോട്ട് പോയി. അതായത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഒരു ജനറേഷൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് 2019 കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ മാർക്കറ്റാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ഷെയർ മാർക്കറ്റിൽ വന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഇലക്ഷൻ്റെ ഒക്കെ സമയത്തുണ്ടായ ഒരു ഹൈ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒറ്റ സിംഗിൾ ക്യാൻഡിലൊക്കെ ഒരു 10, 200, 300 പോയിൻ്റൊക്കെ താഴെ പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളൊരു 6 മാസം അല്ല ഒരു വർഷത്തിനുള്ളിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 6 മാസം പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ സിനാരിയോ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ആ 6 മാസത്തിൽ മാർക്കറ്റ് എന്തൊക്കെ നടന്നിട്ടുള്ളൂ അത് തന്നെ ആയിരിക്കും വീണ്ടും മാർക്കറ്റ് നടക്കാൻ പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ പോലത്തൊരു സംഭവം വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഹ്യൂജ് ഫാള് നിങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അതുപോലത്തെ ഇൻസിഡൻറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇൻ കേസ് അത് കാണാത്ത ഒരാൾ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഒന്നും മാർക്കറ്റ് ഉണ്ടാകത്തില്ല. ഇലക്ഷനൊക്കെ വരുമ്പോൾ പക്ഷേ ഇതുപോലത്തെ മൂവ്മെൻ്റ് ഒന്നും വരത്തില്ലെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കും. അവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും റിയൽ ലൈഫിലെ പ്രോബബിലിറ്റി വെച്ച് ഷെയർ മാർക്കറ്റിലെ പ്രോബബിലിറ്റി നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലെ പ്രോബബിലിറ്റി കണക്കുകളൊന്നും ഇവിടെ ചിലപ്പോൾ ടാലി ചെയ്യാൻ വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴായാലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതൊരു ലോസ് ആകാം, അതെന്തും ആകാം. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളൊരു 100 ട്രേഡ് നിങ്ങൾ കൃത്യമായിട്ട് 100 ക്വാണ്ടിറ്റി മാത്രം വെച്ചെടുത്ത്, പക്ഷേ 101ാമത്തെ ട്രേഡ് നിങ്ങൾ ഒരു 500 ക്വാണ്ടിറ്റി വെച്ചെടുത്ത്, പക്ഷേ ആ 100 ദിവസം നിങ്ങൾ കാണാത്തൊരു ഇൻസിഡൻ്റ് ആയിരിക്കും ആ 101ാമത്തെ ദിവസം ഉണ്ടാകുന്നത്. കൃത്യം നിങ്ങൾ ആ ദിവസം തന്നെ നിങ്ങൾ ഈ ഒരു മണ്ടത്തരം കാണിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഷെയർ മാർക്കറ്റിൽ വളരെ കോമൺ ആണ്. അതുകൊണ്ടാണ് എന്നാണ് ഒരു പ്രശ്നം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ആ പ്രിക്കോഷൻ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഷെയർ മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ കൈവിട്ട കളികൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തിട്ട് നടക്കാൻ സാധ്യത തീരെ ഇല്ലാത്തൊരു സംഭവം നിങ്ങളുടെ ലൈഫിലോ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് കരിയറിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി എന്നുള്ള സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ വരുന്ന എല്ലാ ആൾക്കാരും പ്രോബബിലിറ്റിയെ പറ്റി നല്ല ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ദ നെക്സ്റ്റ് വീഡിയോ.